Good afternoon, all. Good afternoon. Good afternoon, Miss. Okay. Good afternoon, good response. Okay. Then okay, class start ചെയ്യാം. ഹൗസ്കീപ്പിംഗ് നമ്മുടെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൗസ്കീപ്പിംഗ് ചെക്ക് ലിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? ആണോ? അവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഹൗസ്കീപ്പിംഗ് സ്റ്റാഫുകൾ ഹൗസ്കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടും ഓരോ ഏരിയകളും അവര് സേഫ്റ്റി ആയിട്ട് അല്ലെങ്കിൽ സേഫ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഓരോ ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുടെ ഓരോ ഏരിയ ആണ്. പേഷ്യൻ റൂം, അതുപോലെ തന്നെ പേഷ്യൻ ബാത്റൂം ക്ലീനിങ്, ടെർമിനൽ റൂം ക്ലീനിങ്, അങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടുള്ള ക്ലീനിങ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നോക്കാം, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യൻ റൂംസ്. ഒരു പേഷ്യൻസിന്റെ റൂമുകൾ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്, എങ്ങനെയാണ് പേഷ്യന്റിന്റെ റൂംസ് ക്ലീൻ ചെയ്യേണ്ടത് അല്ലെ? എന്തൊക്കെയായിരിക്കും പേഷ്യന്റ് റൂം ക്ലീനിങ്ങിൽ വരുന്നത്? കമന്റ് ചെയ്യാമോ? എന്തൊക്കെയായിരിക്കും ഒരു പേഷ്യന്റ് റൂം ക്ലീനിങ് എന്ന് പറയുമ്പോ അതിൽ എന്തൊക്കെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ നോർമലായിട്ട് ആലോചിച്ച് നോക്കാം. കോമണായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് എടുക്കാറുമ്പോൾ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ വരാറുണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ആ പേഷ്യന്റ് റൂമിലെ ക്ലീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ്? ഒന്നുമില്ല ക്ലീനിങ്. ബെഡ്ഷീറ്റുകളൊക്കെ ചേഞ്ച് ഒക്കെ ചെയ്യാം. ദെൻ ഫ്ലോർ ക്ലീൻ ചെയ്യുക, വേസ്റ്റ് പിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുക. ദെൻ ഇത്രയുള്ളൂ. ബാത്റൂം ടോയ്ലറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. അത്രയുള്ളൂ. പേഷ്യന്റ് റൂം സാനിറ്റൈസ് ചെയ്യേണ്ട ഏരിയകളൊക്കെ ആണെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരുവിധം എല്ലാ പോയിന്റ്സും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യൻ റൂംസ്. ഫസ്റ്റ് പോയിന്റ്, വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, വെയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. അല്ലെ? വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, നമ്മുടെ ഹാൻഡ്സ്, നമ്മുടെ കൈകൾ വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. വിയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. നമ്മൾ ഈ പേഷ്യൻസിന്റെ ബെഡ്ഷീറ്റുകളും പില്ലോ കവറും അതൊന്നും നമ്മൾ എടുക്കാറുണ്ട്. ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനാൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കണം അല്ലെ? ഇപ്പൊ നമ്മൾ ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വേസ്റ്റുകൾ എടുക്കാനോ പല വിധത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ? അപ്പൊ ബെഡ്ഷീറ്റോ പില്ലോ കവറൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഡിസ്പോസിബിൾ ഗ്ലൗസ് ധരിച്ചിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ധരിക്കുന്നത്, ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ആവാതിരിക്കുന്നതിന്. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ലവ് ക്ലീനിങ് കാർ ഇൻ ഹോൾ, സെറ്റ് അപ്പ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ക്ലീനിങ് കാർട്ട് ഇൻ ദ ഹാൾ. ഹാളിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഏരിയയിൽ ലിവിംഗ് കാർട്ട് വെക്കാണ്. എന്റെ ലിവിംഗ് കാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലീനിങ് കാർട്ട്. കാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പഠിച്ചില്ലേ എക്യുപ്മെന്റ്സില് കാർട്ട്? ഓർമ്മയുണ്ടോ നിങ്ങള്? വാക്സ് കാർട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത്. മീൻസ് ഒരു വീൽകാരെ പോലെ നമ്മൾ ഇപ്പൊ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകുന്നതിനും, അതുപോലെ തന്നെ ഇപ്പൊ ക്ലീനിങ് കാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടിക്കൊണ്ടു പോകുന്ന ടൈപ്പ് അല്ലെ? ട്രോളി പോലെ തന്നെ. ഇപ്പൊ അതിന്റെ മോപ്പുകളും അതുപോലെ തന്നെ എന്താണ് ഡിറ്റർജന്റും സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകാനായിട്ടുള്ളത് ഹോളിൽ തന്നെ വെക്കണം. സെറ്റ് അപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ഡോറിന് പുറത്തായിട്ട് ഒരു സേഫ്റ്റി സൈൻ വെക്കണമെന്ന്. അതായത് നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റിലൊക്കെ പഠിച്ചു അല്ലെ? ഇൻഫെക്ഷൻസ് മെറ്റീരിയൽസ് സെപ്പറേറ്റ് കണ്ടെയ്നറിന്റെ കളർ കോഡുകളൊക്കെ വെക്കും അല്ലെ? അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു സൈൻ ബോർഡ് കൃത്യമായിട്ട് വെക്കുക, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് പറയുന്നത്, ഇൻസ്റ്റന്റ്ലി സ്ട്രൈറ്റൻ റൂം. എന്താ സ്ട്രൈറ്റൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റൻ ചെയ്യുക. മലയാളത്തിൽ എന്താ പറയാ? സ്ട്രൈറ്റൻ. സ്ട്രൈറ്റൻ മീൻസ്
സ്ട്രൈറ്റ് നേരെയാക്കുക, അത് തന്നെയാണ് ഇവിടെ. അപ്പൊ റൂമുകൾ നേരെയാക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? റൂംസ് നേരെയാക്കുക. റൂംസ് അതായത് അവിടെ ഇവിടെ അടക്കി പെറുക്കി വെക്കുക. ഇപ്പോ എന്താ പറയാ, ടേബിളും ചെയറും അതുപോലെ തന്നെ കട്ടിലൊക്കെ നേരെ ഇതാണ്. മീൻസ് പ്രോപ്പർ ആയിട്ട് അല്ല എങ്കിൽ ഒരു അടുക്കും ചിട്ടയോടും കൂടി തന്നെ ഒരു ഓർഡറിൽ വെക്കുക. Instantly straighten room and vacant and relieve trash cans. Trash cans ഒക്കെ എന്ത് ചെയ്യുക? മീൻസ് ട്രാഷ് ക്യാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വേസ്റ്റ് ബിൻ അല്ലെ? ഈ വേസ്റ്റ് ബിൻ ഒക്കെ തലക്ഷണം തന്നെ നേരെയാക്കുകയാണ്. അതായത് നേരെയാക്കുക മീൻസ് വേസ്റ്റുകൾ കുന്നുകൂടി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. ചില ഹോസ്പിറ്റലുകളിലും മറ്റും നമ്മൾ കാണാറുണ്ട്. ഹോസ്പിറ്റലിൽ മീൻസ് അവർ ക്ലീൻ ചെയ്യാറുണ്ട്, എങ്കിലും ഈ വേസ്റ്റ് ബിൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാറുണ്ട് അല്ലേ? അപ്പൊ അത്രയും നിറയാതെ തന്നെ എന്ത് ചെയ്യുക? അതൊക്കെ ക്ലിയർ ചെയ്യുക. ട്രാഷ് ക്യാൻസ് ഒക്കെ മീൻസ് ക്ലിയർ ചെയ്തിട്ട് വേസ്റ്റുകൾ കുഞ്ഞു കൂടുമ്പോൾ അത് കളഞ്ഞിട്ട് പുതിയൊരു വേസ്റ്റ് ബിൻ വന്ന് റീപ്ലേസ് ചെയ്യുക. നാലാമത്തെ പോയിന്റ്, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയാസ്. ഹൈ ടച്ച് ഏരിയാസ് എല്ലാം എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. കുറച്ച് ഉയർന്ന മീൻസ് ടച്ച് ഏരിയകൾ, നമ്മൾ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഏരിയകൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. സാനിറ്റൈസ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ്, ഡസ്റ്റ് എയർ വെന്റിലേഷൻസ് എന്നാണ് കേട്ടോ. വെന്റിലേഷൻ. സിക്സ്ത് അല്ല, ഫിഫ്ത് പോയിന്റിൽ ഒരു കറക്ഷൻ ചെയ്യാനുണ്ട്. ഡസ്റ്റ് എയർ വെന്റിലേഷൻസ് എന്നാക്കാം കേട്ടോ. വെന്റ്സ് എന്നാണ് വെന്റിലേഷൻസ്. ക്ലിയർ ചെയ്തോ? വെന്റിലേഷൻസ് എഴുതിയോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? തിരുത്തിയോ? ഓക്കെ. ഡസ്റ്റ് എയർ വെന്റിലേഷൻസ് അല്ലെ? അപ്പൊ ഈ വെന്റിലേഷൻസിലൊക്കെ പൊടികളും മറ്റും മാറാനൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഇതേ ക്ലീൻ ചെയ്യുക. Then light, television sets and windows space അല്ലെ? താഴെ എന്തൊക്കെയാണ് നമുക്കറിയാം? എന്താണ്? ടെലിവിഷൻ അതുപോലെ ലൈറ്റുകൾക്കൊക്കെ ആണെങ്കിൽ പൊടിയും പിടിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ടെലിവിഷൻ ഉണ്ടെങ്കിൽ ടെലിവിഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. അതുപോലെ വിൻഡോസിൽസ് എന്ന് പറഞ്ഞാൽ ജനൽ പാളികൾ അല്ലെങ്കിൽ ജനൽ പടികൾ എന്നൊക്കെ പറയില്ലേ നമ്മള്? ആ ജനലിന്റെ ഇടയിൽ ഓരോ ജനലഴി എന്നൊക്കെ പറയില്ലേ? അതൊക്കെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. നമ്മുടെ വീട്ടിൽ നോർമല് നമ്മുടെ വിൻഡോ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ? ആണോ? ജനലൊക്കെ തുടക്കാറുണ്ടോ? ഫാനും ലൈറ്റ് ഒക്കെ നമ്മൾ ഒന്ന് തുടക്കും. പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യും അല്ലെ? ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. ആറാമത്തെ പോയിന്റ് നോക്കാം. സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ഡിസ്ക്രൈബ് കമ്മോഡ്. എന്താ കമ്മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മോഡ് സാനിറ്റൈസും ചെയ്യാം, സ്റ്റെറിലൈസും ചെയ്യുക. എന്താ കമ്മോഡ്? കേട്ടിട്ടുണ്ടോ? കമ്മോഡ് ഐഡിയ. കബോർഡ് മീൻസ് ഷെൽഫ് അല്ല, അത് കബോർഡ് അല്ലേ? ഷെൽഫ് എന്ന് പറയുന്നത് കബോർഡ്. ഷെൽഫ് കബോർഡ്. കബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഹോസ്പിറ്റലിലെ പേഷ്യൻസുകൾക്ക് കിടപ്പായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ഹോസ്പിറ്റലിൽ നിന്ന് ആവണമെന്നില്ലാട്ടും നമ്മളുടെ വീടുകളിലൊക്കെ ആണെങ്കിലും പ്രായമായവരൊക്കെ ഉണ്ട്, നടക്കാനൊക്കെ ചില ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് ഒട്ടും നടക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ അവർക്ക് നമ്മള് കബോർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിടി കിട്ടില്ല, സ്റ്റൂൾ ഉപയോഗിക്കും. അതായത് യൂറിൻ പാസ് ചെയ്യാനും അല്ലാതെ പല വിസർജനത്തിനൊക്കെ ആയിട്ട് സ്റ്റൂളൊക്കെ വെച്ചിട്ട്, അതായത് ബെഡിനോട് ചേർന്ന് അരികത്തായിട്ട് ഒരു സ്റ്റൂളൊക്കെ വെക്കും. സ്റ്റൂൾ പോലെ. അതിനെ തന്നെയാണ് കമ്മോഡ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മീൻസ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ, ടോയ്ലറ്റിലോട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവരെ, പ്രായമായവരെ, അങ്ങനെ എന്തെങ്കിലും ഇൻ കേസ് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ ബെഡിനോട് അടുത്ത് തന്നെയായിട്ട് സ്റ്റൂൾ വെക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മീൻസ് നമ്മൾ യൂറിനൊക്കെ പാസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് എന്ത് ചെയ്യാം? സാനിറ്റൈസും ചെയ്യണം, സ്റ്റെറിലൈസും ചെയ്യണം. ഓക്കെ. ഏഴാമത്തെ പോയിന്റ്, വൈപ്പ് ഡൗൺ കൗണ്ടർ ടോപ്സ്. മുകളിലുള്ളത് മീൻസ് നമ്മുടെ സീലിംഗ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? തുടയ്ക്കുക. ചെക്ക് ഫർണിച്ചേഴ്സ്. ഫർണിച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. ഫർണിച്ചർ പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു റൂമില്, ഒരു ബെഡ്റൂം, ഒരു ഹോസ്പിറ്റലിലെ റൂമിലാണെങ്കിൽ പേഷ്യന്റിന്റെ കട്ടിലുണ്ടാകും. അതുപോലെ ഒരു കൂടെ നിൽക്കുന്ന ആൾക്ക് കിടക്കാനായിട്ട് ചെറിയൊരു കട്ടിലുണ്ടാവും. കൂടാതെ എന്തൊക്കെ ഉണ്ടാവും? ചിലപ്പോ ഒരു ടേബിളും ഒരു ചെയറും ഉണ്ടാവും. ഇല്ലേ? ഉണ്ടോ? മിക്ക ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവുമല്ലോ ഒരു ടേബിളും ഒരു ചെയറും ഉണ്ടാവില്ല റൂമിലാവും. ഉണ്ടോ?
സോ അതിനാണ് ഫർണിച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടേക്ക് പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ദെൻ ഡിസിൻഫെക്ട് ഡോർ ഹാൻഡിൽസ്. ഡോറിന്റെ ഹാൻഡില് എല്ലാവരും വന്ന് ഡോറിന്റെ ഹാൻഡിൽ വില പിടിക്കാറ് ആണോ? നമ്മളെപ്പോഴും തൊടുന്നൊരു ഇതാണ് ഹാൻഡില് അല്ലെ. സോ പലവരും വന്ന് പിടിക്കുമ്പോൾ അതിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് ഡിസിൻഫെക്ട് ആക്കാണ്. മീൻസ് ഡെറ്റോളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഡോർസിന്റെ ഹാൻഡിൽസ് ഒക്കെ ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഒരു പേഷ്യന്റിന്റെ റൂമിൽ ക്ലീനിങ് ചെയ്യുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? റൂമിൽ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലെ റൂമിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇത് ആണോ? ജനലുകൾ വൃത്തിയാക്കും, അതുപോലെ തന്നെ എന്താണ് ഹൈടെക് ഏരിയകളും ഫാനും ലൈറ്റും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യും അല്ലെ. ഫർണിച്ചർ ക്ലീൻ ചെയ്യും. ഇന്ന് വായിച്ചു നോക്കാം പോയിന്റ്. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. സിമ്പിൾ ആണ്, മനസ്സിലാക്കി വായിക്കുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സ്. അപ്പൊ പേഷ്യൻസിന്റെ റൂംസിൽ വരുന്ന ക്ലീനിങ് ആണ് നമ്മൾ വായിച്ചത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. പേഷ്യന്റിന്റെ റൂമില് ബാത്റൂം ക്ലീനിങ്. അപ്പൊ അതൊക്കെ അവർ അത്രയും എന്താ പറയാ സേഫ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇനി എങ്ങനെയാണ് പേഷ്യന്റിന്റെ റൂം ബാത്റൂം എങ്ങനെയൊക്കെയാണ് ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. ശ്രദ്ധിക്കുക. 4 പോയിന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ്, empty and sanitized trash can needed അല്ലെ. empty and sanitized trash can needed മീൻസ് വേസ്റ്റ് കുട്ടികളൊക്കെ കൃത്യമായിട്ട് മാറ്റുക, അത് അണുമുക്തമാക്കുക. ദെൻ റീപ്ലേസ് ലിനേഴ്സ് മീൻസ് കവേഴ്സ്. കവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബെഡ്ഷീറ്റുകളും മറ്റു കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്യുക. സോ ബെഡ്ഷീറ്റുകൾ കവേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. റീപ്ലേസ് ലിനേഴ്സ് കവറുകൾ, അതായത് ടോയ്ലറ്റ്സിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കവറുകളോ അല്ലെങ്കിൽ ഷീറ്റുകളും മറ്റും റീപ്ലേസ് ചെയ്യുക. സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്. ടച്ച് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ടച്ച് ചെയ്യുന്ന ഏരിയകൾ അല്ലെ. എന്തൊക്കെയാണ് എക്സാമ്പിൾ നോക്കി? ലൈറ്റ് സ്വിച്ചസ്. സ്വിച്ചസ് ആണ് കേട്ടോ. SWI എന്നാക്കാം. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. SWA ആണ്, I എന്നാക്കാം. സ്വിച്ചസ്. ഓക്കെ, സ്വിച്ചസ്. നമ്മൾ എപ്പോഴും സ്വിച്ച് കൈ പിടിക്കാറുണ്ടല്ലോ, പിടിക്കില്ലേ? അപ്പൊ ഈ വരുന്ന എല്ലാ പേഷ്യൻസും മാറി മാറി വരുന്ന എല്ലാ പേഷ്യൻസും സ്വിച്ച് പിടിക്കാറുണ്ട്, ടച്ച് ചെയ്യാറുണ്ട്. സോ അവിടെ എല്ലാം സാനിറ്റൈസ് ചെയ്യുക. ഡോർ നോബ്സ്. ഡോറിന്റെ ലോക്കുകൾ മീൻസ് ഡോറിന് നമ്മൾ ഹാൻഡിലൊക്കെ ഡോർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പിടിക്കുന്നത്. ഡോർ നോബ്സുകൾ അതും എന്ത് ചെയ്യാം? സാനിറ്റൈസ് ചെയ്യുക. ഹാൻഡ് റെയിൽസ്. എന്താ ഹാൻഡ് റെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഹാൻഡ് റെയിൽ. ബെഡ് റെയിൽ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ബെഡ് റെയിൽസ്. എന്താണ് ബെഡ് റെയിൽ എന്ന് പറഞ്ഞാലോ? ബെഡ് റെയിൽസ് നമ്മൾ പഠിച്ചതല്ലേ? ബെഡ് റെയിൽ എന്താ? ബെഡ് റെയിലാ? ആർക്കും ഓർമ്മയില്ല? ഗ്രില്ല് പോലെ നമ്മൾ ബെഡിന്റെ സൈഡിൽ പേഷ്യന്റ് വീഴാതിരിക്കാനായിട്ട് പിടിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് ഹാൻഡ് റെയിൽ. ടോയ്ലറ്റില് ബാത്റൂമിലത്തെ കാര്യമാണ് പറയുന്നത്. ബാത്റൂമിൽ ഹാൻഡ് റെയിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് നമ്മൾ സ്റ്റെയർ കേസിലൊക്കെ കൈവഴികൾ പോലെ ഉണ്ടാവില്ലേ? കൈവഴി എന്നല്ല പറയുന്നത്, കൈവഴി അല്ലെ. കൈവഴികൾ തന്നെയാണ്. സൈഡിൽ ഇങ്ങനെ പിടിച്ച് കയറാനൊക്കെ ഉണ്ട് അല്ലെ. ചിലപ്പോ ചെറിയൊരു 2-3 സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ
അത് ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ തനിയെ കയറാനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ അവർക്ക് പിടിച്ച് കയറാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവഴികൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മള് ഡെയിലി പിടിക്കുന്ന ടച്ച് ഏരിയ ആണത് അല്ലെ, ടച്ച് പോയിന്റ് ആണ്. സോ ഹാൻഡ് റെയിൽ ഇത്. അപ്പൊ സ്വിച്ചസ്, ലൈറ്റ് സ്വിച്ചസ്, ഡോർ നോബ്സ്, ഹാൻഡ് റെയിൽസ് ഇതൊക്കെ എന്ത് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. കാരണം നമ്മൾ ഡെയിലി പിടിക്കുന്നതാണ്. സോ പല അസുഖങ്ങളുള്ളവരും പല പല പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. സോ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഈ ഏരിയകളെല്ലാം എന്ത് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവർ, ടബ്സ്, സിങ്ക്സ് അല്ലെ. അതായത് ടബ് മീൻസ് ഷവർ, അതുപോലെ തന്നെ ടബ് മീൻസ് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്ന ടബുകള്, സിങ്ക് ടോയ്ലറ്റിന്റെ ഉള്ളിൽ സിങ്ക് ഉണ്ടാകുമല്ലോ, സിങ്കും എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. Then clean and sanitize toilet bowl, seat, tank and flush handle. ടോയ്ലറ്റ് ബൗൾ മീൻസ് ഇതുപോലെ വെള്ളം അങ്ങനെയുള്ള ഡബ്ബ പോലത്തെ ഈ സംഭവങ്ങള്. ഇതുപോലെ തന്നെ സീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ടോയ്ലറ്റില് ചിലപ്പോൾ അത്യാവശ്യം ഇരിക്കാനൊക്കെ പാകത്തിന് എന്തെങ്കിലും ചെറിയൊരു എല്ലാ ടോയ്ലറ്റ്സിലും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ പ്രായങ്ങൾക്കൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ പൊട്ടി കെട്ടി വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കാണാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ ടാങ്ക് ആൻഡ് ഫ്ലഷ് ഹാൻഡിൽ, ഫ്ലഷ് ചെയ്യാനായിട്ട് ഫ്ലഷ് ടാങ്കിനാണ് നമ്മൾ ഹാൻഡിൽ ഉപയോഗിക്കുകയും ആ ഹാൻഡിൽ ഇതൊക്കെ നമ്മൾ ഡെയിലി ടച്ച് ചെയ്യുന്ന ഏരിയകളാണ് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക, ക്ലീനും ചെയ്യണം, എല്ലാം സാനിറ്റൈസ് ചെയ്തിരിക്കണം. കാരണം ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് ക്ലീനിങ് കൊണ്ട് മാത്രം കാര്യമില്ല, പകരം എന്ത് ചെയ്യുക, സാനിറ്റൈസും കൂടി ചെയ്തിരിക്കണം. 4 കാര്യങ്ങളാണ് ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സിൽ വരുന്നത്. ക്ലിയർ ആണോ പോയിന്റ്സ്? ഒന്ന് വായിച്ചു നോക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. വേറെ മെഡിക്കൽ ടൈപ്പ് ഒന്നുമില്ല. നമ്മൾ ഡെയിലി നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് പ്രോസസ്സുമായിട്ട് ഏകദേശം റിലേറ്റഡ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. എന്ത് ടെർമിനൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ടെർമിനൽ റൂം ക്ലീനിങ് അതായത് ഡീപ് ക്ലീനിങ് ആണ് ടെർമിനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിതീവ്രമായിട്ടുള്ള ഒരു ക്ലീനിങ് അല്ലെ. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളിപ്പോ വർക്ക് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഡെയിലി നമുക്കൊരു ഡീപ് ക്ലീനിങ് സാധിക്കില്ല അല്ലെ. അപ്പൊ ആഴ്ചയിൽ ഒരിക്കല്, ചിലപ്പോ സൺഡേ ഇരിക്കും, മേ ബി എല്ലാവർക്കും സൺഡേ ആയിരിക്കാം ഡീപ് ക്ലീനിങ്ങിന്റെ ഒരു ഡേ എന്ന് പറയുന്നത്. ആണോ? ഡീപ് ക്ലീനിങ് ഒക്കെ ഉണ്ടോ, ചെയ്യാറുണ്ടോ വീട്ടില്? ഓക്കെ, ഡെയിലി നമ്മള് നോർമലി എന്താ അടിച്ചു വാരുക, തൂത്തുവാരുകയൊക്കെ ചെയ്യും അല്ലെ. പക്ഷെ നല്ല ഫുൾ ആയിട്ടൊരു ഡീപ് ക്ലീനിങ് നമ്മൾ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും. സൺഡേ ചെയ്യാറില്ല. ഓക്കെ, വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും ചെയ്യുന്നത്. സൺഡേ വർക്കിംഗ് ആണോ? ഞാൻ സൺഡേ എന്ന് ഉദ്ദേശിച്ചതേ മക്കളില്ലാത്തപ്പോൾ ചെയ്യും. മക്കളുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലീനിങ് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വന്നേക്കാം അല്ലെ. ഓക്കെ, അല്ല മേ ബി ഞാൻ സൺഡേ എന്ന് ഉദ്ദേശിച്ചത് വർക്കിംഗ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ സൺഡേ ആയിരിക്കുമല്ലോ ഫ്രീ ആയിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലിയർ ആണുള്ള കാര്യം അല്ലെ. അതല്ലേ സൺഡേ ചെയ്യാൻ പറ്റാത്തത്. കുട്ടികളുള്ളപ്പോ അറിയാലോ, കുട്ടികളുള്ളവരുടെ വീട്ടിലാണെങ്കിൽ എത്ര ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും ഡീപ് ക്ലീനിങ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ടെർമിനൽ റൂം ക്ലീനിങ്, അതായത് ഡീപ് ക്ലീനിങ്, നല്ല രീതിയിൽ എല്ലാ സംഭവങ്ങളും നമ്മൾ ക്ലീൻ ചെയ്യുന്ന പ്രോസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. Make sure that the patient has been discharged and room vacant. അല്ലെ, എന്ത് ചെയ്യാം? ഫസ്റ്റിനെ നമ്മള് പേഷ്യന്റ് ഉറപ്പിക്കുക. പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി അല്ലെങ്കിൽ റൂം വെക്കറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കുക. സെക്കൻഡ് വൺ,
Perform hand hygiene. Here ഗ്ലൗസസ് ആണ് കേട്ടോ, ഗ്ലൗസ് ആണ്. സീന്നൊന്ന് മാറ്റിക്കൊണ്ട് ആ സീനൊന്ന് ജി ആക്കി എഴുതിക്കോളും. വെട്ടണ്ട, ജി ആക്കി എഴുതാം. ഓക്കെ. Perform hand hygiene, then wear gloves. ഹാൻഡ് ഹൈജീൻ വേണം, അതുപോലെ തന്നെ ഗ്ലൗസ് ധരിച്ചിരിക്കണം. പ്ലേസ് സേഫ്റ്റി സൈൻസ് ഔട്ട്സൈഡ് ദ ഡോർ. അല്ലെ, ഡീപ് ക്ലീൻ ഒക്കെ ചെയ്യുമ്പോഴും ഒരു നമ്മളെ ക്ലീനിങ്ങോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈൻ വെക്കുക. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ഡിസിൻഫെക്ട് മാട്രസ്, ടോപ്പ്, ബോട്ടം ആൻഡ് സൈഡ്സ്. മാട്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ബെഡില്ലേ, നമ്മളുടെ ബെഡ്, കിടക്കുന്ന ബെഡ്, ബെഡിന്റെ ടോപ്പും ബോട്ടവും സൈഡും. ജസ്റ്റ് ബെഡ്ഷീറ്റ് മാത്രം മാറ്റുക മാത്രമല്ല, ആ ബെഡിന്റെ മുകളിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ തുടക്കാം. അടിയില് അല്ലെ, ബോട്ടം അടിയിലും ഇതുപോലെ മാറാനൊക്കെ പിടിച്ചിട്ടുണ്ടാവല്ലോ, അതൊക്കെ മാറ്റുക. ദെൻ രണ്ട് സൈഡുകളും ക്ലീൻ ചെയ്യുക. നല്ല ഡീപ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ റീപ്ലേസ് കവർ, ബെഡ് കവറും പില്ലോ കവറൊക്കെ ചേഞ്ച് ചെയ്യുക. നാലാമത്തെ പോയിന്റ് വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ. ഫർണിച്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, വാക്വം ക്ലീനർക്ക് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്യുക. ടോൺ കുഷീൻസ് അല്ലെ, കുഷീനുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടികളും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, നീക്കം ചെയ്യുക, അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ചെയ്യുക. നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്. സ്റ്റെയിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റെയിൻ നമ്മൾ ലോണ്ടറിയിൽ പഠിച്ച പോയിന്റ് ആണ് സ്റ്റെയിൻ. കറ, അഴുക്ക്, എന്തെങ്കിലും കറകളോ മാലിന്യങ്ങളോ അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് നീക്കം ചെയ്യുമല്ലോ. ഫർണിച്ചർ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, എന്തെങ്കിലും കറയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. Then clean and sanitize medical equipment. മെഡിക്കൽ എക്യുപ്മെന്റുകൾ ക്ലീൻ ചെയ്യണം, അതുപോലെ സാനിറ്റൈസ് ചെയ്യുക. മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ വീൽ ചെയർ വരും അല്ലെ, പല പല പേഷ്യന്റ് ഉപയോഗിക്കുന്നതാണ് വീൽ ചെയർ എന്ന് പറയുന്നത്. അപ്പോ ആ വീൽ ചെയർ ഉപയോഗശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ IV പോൾസ് സെറ്റ്. എന്താ IV പോൾസ് എന്ന് പറയുന്നത്, IV കാനുല. അപ്പോ IV എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രാവീനിയസ് പോൾസ്. ഓക്കെ, IV ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ, IV സെറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ IV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാവീനിയസ് പോൾസ്, IV പോൾസ്. എന്താ IV പോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് റൂമുകളിൽ നമ്മള് IV മീൻസ് നമ്മൾ ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാകും. ഈ മീൻസ് നമ്മളുടെ ഡ്രിപ്പ് തൂക്കിയിരുന്ന സ്റ്റാൻഡില്, സ്റ്റാൻഡ് നമ്മളുടെ ബെഡിനോട് ചേർന്നിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാകും. ക്ലിയർ ആയോ, IV പോൾ എന്താണെന്ന്? സ്റ്റാൻഡാണ്, നമ്മള് ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ്. അത് ക്ലീൻ ചെയ്യുക വേണം, സാനിറ്റൈസ് ചെയ്യുക. Then sixth point, check and refill soap and paper towel dispensers. അതായത് റീഫിൽ ചെയ്യാതെ ഇപ്പൊ സോപ്പും അതുപോലെ ലിക്വിഡൊക്കെ തീരുകയാണെങ്കിൽ അതൊക്കെ റീഫിൽ ചെയ്യുക. Then paper towel dispensers വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാപ്കിനും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. ആവശ്യത്തിനുള്ള തുടയ്ക്കാനും മറ്റൊക്കെ ആയിട്ട് പേപ്പർ ടവൽസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. Seventh one, clean and sanitize patient bathroom. ബാത്റൂം എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. Then sweep, wet mop and sanitize all floors. അല്ലേ, സ്വീപ്പ് മീൻസ് തറകളൊക്കെ എന്ത് ചെയ്യുക, തൂത്തുവാരുക, തുടയ്ക്കുക, മോപ്പ് ഉപയോഗിച്ച് തുടയ്ക്കുക. Then sanitize all floors. എല്ലാ ഫ്ലോറുകളും എന്ത് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ വീട്ടിൽ ഡീപ് ക്ലീനിങ് ചെയ്യുന്ന സെയിം പ്രോസസ്സ് അല്ലെ, നമ്മള് ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ അതുപോലെ ബെഡ്ഷീറ്റ് മാറ്റും, പില്ലോ കവറൊക്കെ മാറ്റും, അതുപോലെ ചിലപ്പോൾ ഫർണിച്ചറും അതുപോലെ ക്ലീൻ ചെയ്യും. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വെയിലത്തൊക്കെ വെക്കാറുണ്ടോ, അങ്ങനെ ഡീപ് ക്ലീനിങ് പ്രോസസ്സ് ചെയ്യാറുണ്ടോ വീട്ടില്? ചെയ്യാറുണ്ട്. ഓക്കെ, ഇതെല്ലാം കാര്യം കാരണം പൊടിപടലങ്ങൾ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താലും ഒരു ഡീപ് ക്ലീനിങ്ങിന് എത്ര വരില്ല. സോ ഡീപ് ക്ലീനിങ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം പോയിന്റ്. ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനലിന്റെ അവിടെ വേണമെങ്കിൽ ഒന്ന് ഡീപ് ക്ലീനിങ് ഒന്ന് എഴുതി വെച്ചോളൂ, ഇനി അറിയില്ലാത്തവര്. ഓക്കെ,
വായിച്ചു നോക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. വലിയ പുതിയ പുതിയ ടേമുകളോ അങ്ങനെ പഠിച്ചാൽ കൊണ്ടാത്ത വാക്കുകളോ ഒന്നും ഇല്ല അല്ലെ? കംപ്ലീറ്റ് ചെയ്തോ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്? വായിച്ചില്ലാവരും ടെർമിനൽ റൂം ക്ലീനിങ്? ഓക്കെ, സംശയമില്ലാലോ? വായിച്ചിട്ട് എല്ലാ പോയിന്റ്സും കിട്ടുന്നുണ്ടോ? ഓക്കെയാണ് എല്ലാവരും? നെക്സ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഡീപ് ക്ലീനിങ് ആണ് കണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. നമ്മളിപ്പോ പറഞ്ഞത് പേഷ്യന്റിന്റെ റൂമിന്റെ ക്ലീനിങ്ങും അതുപോലെ പേഷ്യന്റ് റൂംസിലെ ബാത്റൂം ക്ലീനിങ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെയിലി ഹൗസ് കീപ്പിംഗ്, ഡെയിലി ചെയ്യുന്ന ഹൗസ് കീപ്പിംഗ് പ്രോസസ്സുകൾ ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. പേഷ്യന്റിന്റെ റൂം മാത്രമല്ല മറ്റ് ഏരിയകളിലേക്ക് കൂടി നമ്മൾ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫേസ് contaminated by bodily fluids as per protocols. പ്രോട്ടോകോൾസുകൾ അനുസരിച്ചുകൊണ്ട് ബോഡി ഫ്ലൂയിഡ്സ് ഉള്ള ഏരിയകൾ, സർഫേസുകൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നു, സാനിറ്റൈസ് ചെയ്യുന്നു. ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം? ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ് എക്സാമ്പിള്? ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ, പെട്ടെന്ന് പറയും. ബ്ലഡ്, വേറെ എന്തൊക്കെയുണ്ട്? ബ്ലഡ് മാത്രമല്ലോ ബോഡി ഫ്ലൂയിഡ്സ്? ബ്ലഡ് പറയാം, യൂറിൻ, സലൈവ അല്ലെ, അങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സ്, മ്യൂക്കസ് ഒക്കെ. അപ്പൊ അങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിനാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമാക്കപ്പെട്ടിട്ടുള്ള ഏരിയകൾ ഉണ്ടെങ്കിൽ ആ സർഫേസ് എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ അത്. രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടോ? അടുത്ത പോയിന്റ് ആണ്. രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടോ PDF-ല്? ഇല്ല. അപ്പൊ ഇതൊന്ന് രണ്ടെണ്ണം ആക്കാം കേട്ടോ. സെക്കൻഡ് പോയിന്റ് ആണ് അത്. രണ്ട് പോയിന്റ് വിട്ടു പോയിട്ടുണ്ട്. Reinstate sharp containers when 3 quarters full. അല്ലേ? റീഇൻസ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. റീപ്ലേസ് ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് എഴുതി വെക്കുക. റീപ്ലേസ് ചില വേർഡുകൾ ചിലപ്പോ നമുക്ക് അർത്ഥം അറിയാൻ പാടില്ല, പക്ഷെ ഒരു മീനിങ്ങിൽ തന്നെ പല പല ഡിഫറെന്റ് ആയിട്ട് പറയുമല്ലോ. റീപ്ലേസ് കേട്ടോ. റീപ്ലേസ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് when 3 quarters full. നമ്മൾ പറഞ്ഞു ഈ വേസ്റ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നുകള് ബയോമെഡിക്കൽ വേസ്റ്റിലോട്ടൊന്ന് പോകാട്ടോ. അവിടെ നമ്മൾ പഠിച്ചില്ലേ പല ഡിഫറെന്റ് ടൈപ്പ് ഉള്ള വേസ്റ്റുകള്, അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്പ് കണ്ടെയ്നേഴ്സ്, ഡിഫറെന്റ് കളർ കോഡുകള്. ഓർമ്മയുണ്ടോ പഠിച്ചത്? ബയോമെഡിക്കൽ വേസ്റ്റ് ഓർമ്മയുണ്ടോ? ഞാൻ തന്നെ എടുത്തത് ബയോമെഡിക്കൽ വേസ്റ്റ് ആണോ? അത് ഓർമ്മയുണ്ടോ? ഏത് ടീച്ചറാണ് എടുത്തത് ഓർക്കുന്നുണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റ് ഞാൻ തന്നെ ഇവിടെ എടുത്തത്. ഞാൻ തന്നെയാണ് ഓർത്തത് ആണല്ലോ. യെസ്, ഓക്കെ. അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ചോദിച്ചത് ഓർമ്മയില്ലെങ്കിലും ഏത് ടീച്ചറാണ് എടുത്തത് ഓർമ്മയുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഇതുപോലെ കാറ്റഗറീസ് പറഞ്ഞു അല്ലെ? ചില ആൾക്കാർക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, എനിക്ക് എന്തായാലും നല്ല ഓർമ്മയുണ്ട്. ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്.
അപ്പോ അതിന് നമ്മൾ കാറ്റഗറി പറഞ്ഞു അല്ലെ. അപ്പോ ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്, ഷാർപ്പ് വേസ്റ്റുകളുണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് വേസ്റ്റുകൾ നമ്മൾ പഠിച്ചു. അപ്പോ ഇവിടെ 10 കാറ്റഗറി കുറിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ചോദിക്കില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോ ഷാർപ്പ് കണ്ടെയ്നേഴ്സ് കുറച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഷാർപ്പ് കണ്ടെയ്നേഴ്സ് അതായത് ഷാർപ്പ് വേസ്റ്റുകൾ കണ്ടെയ്നറുകൾ when 3/4 full, അതായത് 3/4 ഒരു 3/4 ഭാഗമാകുമ്പോഴേക്കും ഇന്ത്യയിലാ റീപ്ലേസ് ചെയ്യണമെന്ന്. നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് പോകാവുന്ന ഒരവസ്ഥ വരാതെ ഒരു 3/4 ഭാഗം, ഒരു 3/4 ഹാഫ് കഴിഞ്ഞ ഒരു 3/4 പോർഷൻ ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം, അത് മാറ്റിക്കൊണ്ട് ഒരു റീപ്ലേസ് ചെയ്യാതെ പുതിയത് വെക്കാന്ന്. അല്ലാതെ അത് ഫുൾ ആയിട്ട് നിറഞ്ഞ് കവിഞ്ഞ് പോയതിനു ശേഷം വെക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യാം, ഒരു 3/4 ഭാഗമാകുമ്പോഴേക്കും അത് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ പറയാം, തെറ്റുപോയി. ഓക്കെ, അതായത് ഷാർപ്പ് വേസ്റ്റ് എടുത്ത കണ്ടെയ്നറുകൾ, വേസ്റ്റ് ബിന്നുകൾ, ഷാർപ്പ് വേസ്റ്റ് എടുത്ത കണ്ടെയ്നറുകൾ എന്ത് ചെയ്യാം, 3/4 ഭാഗമാകുമ്പോഴേക്കും അത് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, കൺഫോം floors are free debris and dripping facades. Debris എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അവശിഷ്ടങ്ങൾ അല്ലെ. ഫ്ലോറുകളിലൊന്നും തറയിലെ അവശിഷ്ടങ്ങൾ ഇല്ലാതും അതുപോലെ ട്രിപ്പിംഗ് ഫസാഡ്സ്, തെന്നി വീഴാൻ ചാൻസ് ഉള്ള വസ്തുക്കളൊക്കെ ഇല്ലാതെ ഉറപ്പ് കൺഫേം ചെയ്യുകയാണ്. അതായത് ഈ പ്ലാസ്റ്റിക് ചെറിയ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ അവശിഷ്ടങ്ങൾ, ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും വേസ്റ്റുകളോ, ഇപ്പൊ ചിലപ്പോ പഞ്ഞി കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാകും അല്ലെ, വേസ്റ്റുകളൊക്കെ കിടക്കാണ്ട്, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റുകളോ അങ്ങനെ വേസ്റ്റുകളൊക്കെ ഇല്ലാതെ കൺഫേം ചെയ്യുക. നാലാമതായിട്ട് പറയുന്നത്, immediately clean up spills on floors and furniture. Spills എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, സ്പില്ലേജ് വേസ്റ്റ് ഓർമ്മയുണ്ടോ? സ്പിൽസ് എന്ന് വെച്ചാൽ എന്താണ്, ചോർച്ച അല്ലെ. ചോർച്ചകളോ, അതായത് ഫ്ലോറിലൊക്കെ എന്തെങ്കിലും ഇപ്പൊ വെള്ളം വരികയോ അങ്ങനെ ചോർച്ചകളോ മറ്റും എന്തെങ്കിലും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക. ഇപ്പൊ ഫർണിച്ചറിലും മറ്റു എന്തെങ്കിലും പൊട്ടുകയോ ചോർച്ചകളോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. Then keep an eye on personal belongings left by patients and visitors. അല്ലെ, അതായത് പേഷ്യൻസ്, ഹോസ്പിറ്റലിൽ പേഷ്യൻസും വിസിറ്റേഴ്സ് ഒക്കെ വരുമല്ലോ. സോ ഈ പേഷ്യൻസും വിസിറ്റേഴ്സും ഈ പേഷ്യൻസിന്റെയോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ ഉപേക്ഷിക്കുന്ന, അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ബിലോങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിരീക്ഷിക്കുക. ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് പോകണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാനൊക്കെ സാധിക്കും. ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോ ഇപ്പൊ പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെ. അപ്പൊ അതൊന്ന് നിരീക്ഷിക്കുക. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അതൊന്ന് നിരീക്ഷിക്കുക. അതിന് തിരിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാൻ ശ്രമിക്കാം. അഞ്ചാമത്തെ പോയിന്റ്, കീപ് ആൻഡ് ആറാമത്തെ പോയിന്റ് അല്ലെ നെക്സ്റ്റ്, coordinate cleaning efforts with cafeteria staff. Wipe and sanitize table and chairs. കോർഡിനേറ്റ് ചെയ്യാണ് കഫ്റ്റീരിയ സ്റ്റാഫുകളുമായിട്ട്. എന്താ കഫ്റ്റീരിയ എന്ന് ഉദ്ദേശിക്കുന്നത്? കഫ്റ്റീരിയ ക്യാൻറ്റീൻ അല്ലെ. ക്യാൻറ്റീനിലെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക. ദെൻ ടേബിളും അതുപോലെ തന്നെ ചെയറുകളൊക്കെ സാനിറ്റൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. Then check storage area for cleanliness and signs, insects or roughness. Storage area ചെക്ക് ചെയ്യുകയാണ്, ചുറ്റും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ ഇൻസെക്ട്സും റോഡ്നെസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക ആ പ്രദേശത്ത്. സ്റ്റോറേജില് റോഡ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇൻസെക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രാണികളും മറ്റും അല്ലെ. റോഡ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, റോഡ്നെസ് കേട്ടിട്ടുണ്ടോ? റോഡ്നെസ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് റോഡ്നെസ്. സ്റ്റോറേജിലുള്ള ഒരു ജീവിയാണെന്ന് പറയാം അല്ലെ, ചെറിയ ജീവിയാണ്. എന്താണ്, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാമോ? സ്റ്റോറേജില് രണ്ടുപേരും ഗസ് ചെയ്തതാണോ? ചിന്നു അല്ലെങ്കിൽ അറിയാമോ റോഡ്നെസ്? ഗസ്റ്റ് അടിച്ചതാണ്. ഓക്കെ, എന്തായാലും ഗസ്റ്റ് അടിച്ചത് ശരിയാണ് കേട്ടോ. റോഡ്നെസ് റാറ്റ്, എലിയുടെ ശല്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഇനി മറക്കൂലല്ലോ, ഇനി ആരും മറക്കരുത് കേട്ടോ റോഡ്നെസ്. ഓക്കെ, ഓർമ്മയിൽ നിൽക്കണം. പുതിയ വേർഡുകൾ നമ്മൾ പഠിക്കണല്ലേ ഇതിലൂടെ. ഓക്കെ, അപ്പോ സ്റ്റോറേജ് ക്ലീൻ ആണോ എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ എന്താണ്,
ഇൻസെക്ട്സുകളൊക്കെ ഉണ്ടോ നോക്കുക, റോഡ്നെസ്സുകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. Then eighth one, apply highly strained cleaning and sanitizing procedure to avoid spread of germs and bacteria. ജെർമ്സും അണുക്കളും ബാക്ടീരിയകളും സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഹൈലി സ്ട്രിജന്റ് അല്ലെ, അതായത് കറക്റ്റ് ആയിട്ടുള്ള, സ്ട്രിജന്റ് മീൻസ് എന്താണ്, സ്ട്രിജന്റ് എന്ന് വെച്ചാൽ മസ്റ്റ്, തീർച്ചയായിട്ടും അല്ലെങ്കിൽ കർശനമായിട്ട് സാനിറ്റൈസിങ്ങും ക്ലീനിങ്ങും ചെയ്തിരിക്കണം. എന്തിനു വേണ്ടി? ടു അവോയ്ഡ് സ്പ്രെഡ് ഓഫ് ജെർമ്സ് ആൻഡ് ബാക്ടീരിയ, അസുഖങ്ങൾ വരാതിരിക്കാനും ബാക്ടീരിയയും അണുക്കൾ പകരാതിരിക്കാനും വേണ്ടിയിട്ട് കർശനമായിട്ട് ക്ലീനിങ്ങും സാനിറ്റൈസിങ്ങും പ്രൊസീജിയേഴ്സ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഡെയിലി ഹൗസ് കീപ്പിംഗ് ഹോസ്പിറ്റൽ അത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? പോയിന്റ്സുകള് ഓക്കെ ആണോ? വെച്ചിട്ടുള്ള അവശിഷ്ടങ്ങള്, വേസ്റ്റ് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പഞ്ഞി, എന്തെങ്കിലും കോട്ടൺ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പഞ്ഞി സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് വേസ്റ്റുകൾ ഉണ്ടാവാം, പേപ്പറുകൾ ഉണ്ടാവാം, ബില്ലുകളൊക്കെ ഉണ്ടാകാം, അങ്ങനെയുള്ള വേസ്റ്റുകൾ. ഓക്കെ, ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല? സ്പീഡ് ഓക്കെ ആണോ? കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ, കാരണം വലിയ ബുദ്ധിമുട്ടില്ലാത്ത പോർഷൻ ആണല്ലോ. നമ്മുടെ നോർമൽ സ്പീഡ് തന്നെയാണ് എടുക്കുന്നത്. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതിലും സ്ലോയില് പറഞ്ഞാല് ചിലപ്പോ അത്യാവശ്യം കുറച്ചു പേർക്ക് തുറക്കം വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണെന്ന് അറിയാം. എനിക്ക് തീരെ സ്പീഡ് ഇല്ലാന്നാണോ പറഞ്ഞത്? ഓക്കെ, സ്പീഡ് വേണമെന്നാണോ? എല്ലാ ടീച്ചേഴ്സും ഓരോരുത്തരും ഓരോ സ്ലാങ് വ്യത്യാസം ഉണ്ടാകാം, അവരുടെ ടീച്ചിങ് സ്റ്റൈല് വ്യത്യാസം ഉണ്ടാകും അല്ലെ. ഓരോ ടീച്ചേഴ്സിനും അവരുടേതായിട്ടുള്ള ടീച്ചിങ് സ്റ്റൈലാണ്, അവരുടേതായിട്ടുള്ള സ്ലാങ് വ്യത്യാസം. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇത്രയും മാറിയേ. അപ്പൊ നോർമൽ എന്റെ ഒരു സ്പീഡ് ഇപ്പൊ നിങ്ങളും ആ ഒരു സ്പീഡിലേക്ക് എത്തി. ഓക്കെ, സ്പീഡാണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണിത്, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് തറായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പഠിച്ചു. അതിനു വേണ്ടി ഇനി പഠിക്കാൻ സമയം കണ്ടെത്തണ്ട. ഒരു 5 പ്രാവശ്യം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റുകളാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ടേമുകൾ, അതായത് ചില വാക്കുകൾക്ക് ഇപ്പൊ ഒരു മീനിങ്ങിന് തന്നെ പല പല വേർഡുകൾ വരാം. അങ്ങനെയുള്ളത് ഒന്നും എഴുതി വെക്കുക കേട്ടോ. ഇപ്പൊ എന്താണ് നമ്മൾ നേരത്തെ വായിച്ചത്, റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് ഇതുണ്ട്, റീപ്ലേസ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അങ്ങനെ ചില അറിയാൻ പാടില്ലാത്ത, ഇപ്പോ എന്താണ് നമ്മൾ പറഞ്ഞത് ക്ലീനിങ്ങിന് തന്നെ ടെർമിനൽ എന്ന് പറയുമ്പോൾ അത് ക്ലീനിങ് ആണ്. ഇങ്ങനെ നമുക്ക് അറിയാൻ പാടില്ലാത്തത് ഏതാണോ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഓരോരുത്തർക്ക് അറിയാത്ത കാര്യങ്ങള്. ഇപ്പൊ ഇത് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കാം. നാളെ നിങ്ങൾ വായിക്കുമ്പോൾ സംശയത്തോടു കൂടി വായിച്ച് പഠിക്കരുത്. ഓക്കെ, ഡെബ്രിസ് അവശിഷ്ടങ്ങള്, വേസ്റ്റുകളൊക്കെയില്ലേ, അവശിഷ്ടങ്ങള്. Ability 0 points. Okay. Then next നമ്മൾ നോക്കുന്നത് properties of an ideal disinfectant. അല്ലെ, പ്രോപ്പർട്ടീസ് ആണ്
നമ്മൾ അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബയൽ സ്പെക്ട്രം. അല്ലെ, സ്പെക്ട്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ആന്റി മൈക്രോബയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുക. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അണുവിമുക്തമാക്കുന്നതിൽ എന്ത് ചെയ്യും? സൂക്ഷ്മാണുക്കളെ, ആന്റി മൈക്രോബയൽ ആയിട്ടുള്ള ചെറിയ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നു. Then second one, should produce a swift killer. എന്താ സ്വിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? സ്വിഫ്റ്റ് എന്നുള്ള മീനിങ്ങിന്റെ അർത്ഥം എന്താ? വേർഡ് സ്വിഫ്റ്റ് നമ്മളിത് എവിടെയോ പഠിച്ചിട്ടുണ്ട്. ഏതോ ഒരു ചാപ്റ്ററിൽ സ്വിഫ്റ്റ് എന്നുള്ളത് സെയിം ടേം വരുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സ്വിഫ്റ്റ് പെട്ടെന്ന്. ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കില്ലർ. അണുനശീകരണം ചെയ്യുന്നത് പെട്ടെന്നായിരിക്കണം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ കില്ല് ചെയ്യുക. അതായത് ചെറിയ സൂക്ഷ്മജീവികളോ അല്ലെങ്കിൽ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വിഫ്റ്റ് കിൽ ചെയ്യുക. Then മൂന്നാമത്തെ പോയിന്റ്, should be working in the presence of organic matter. Example, blood, then sputum, feces. അല്ലെ, feces, sputum എന്താണ്? കഫം. അല്ലെ, കഫം. അതുപോലെ തന്നെ രക്തം, ഫിസീസ്, വിസർജനങ്ങൾ. കമ്പിറ്റബിൾ വിത്ത് സോപ്പ്. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനോട് പെരുമാറുമ്പോൾ സോപ്പ് ഉപയോഗിക്കുക. ഡിറ്റർജന്റ്, അതർ കെമിക്കൽ എൻകറേജഡ് യൂസ്. ഓക്കെ, നമ്മള് അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് ബ്ലഡും അതുപോലെ തന്നെ കഫമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോപ്പ് മാത്രമല്ല, അതുപോലെ തന്നെ കെമിക്കൽ എന്തെങ്കിലും ലിക്വിഡോ ലോഷൻസ് ഒക്കെ ഉപയോഗിക്കാം. should not be dangerous to the user of patient. പേഷ്യന്റിന് ദോഷകരമാകുന്ന രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. Then should not corrode instrument and metallic surfaces and should not cause the destruction of cloth, rubber, plastic and other materials. Should not corrode instruments. ഉപകരണങ്ങൾ തുരുമ്പിക്കാതെ സൂക്ഷിക്കണം. അതായത് ഈ അണുനശീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് പോലത്തെ ഐറ്റംസ്, ഡെറ്റോളോ ഫിനോയിലോ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇൻസ്ട്രുമെന്റിലൊക്കെ വീഴുമ്പോൾ ഇൻസ്ട്രുമെന്റ് ഒക്കെ എന്ത് ചെയ്യും? തുരുമ്പ് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇല്ലേ, വെള്ളമൊക്കെ അധികം വീണിട്ടുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കൂലേ? പിടിക്കോ? ചില ഇൻസ്ട്രുമെന്റ് ഒക്കെ വെള്ളമൊക്കെ നമ്മളുടെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പൊക്കെ പിടിക്കും. അല്ലെ, അപ്പോൾ ഇവിടെ പറയുന്നതും അങ്ങനെ തുരുമ്പ് പിടിക്കാതെ നോക്കണം. തുരുമ്പ് പിടിക്കുക. മെറ്റാലിക് സർഫേസ്, മെറ്റാലിക് ആയിട്ടുള്ള സർഫേസ് ഒക്കെ തുരുമ്പ് പിടിക്കാതെ സൂക്ഷിക്കണം. അതുപോലെ ഷുഡ് നോട്ട് കോസ് ഡിസ്ട്രക്ഷൻ ഓഫ് ക്ലോത്ത്. തുണികളൊക്കെ നശിക്കാതിരിക്കാനും റബ്ബർ ഐറ്റംസും പ്ലാസ്റ്റിക്കും അതർ മെറ്റീരിയൽസ് ഇവയെല്ലാം നശിക്കാതിരിക്കാനും കൂടി അവയുടെ നാശത്തിന് കാരണമാകാൻ പാടില്ല. സോ അത്രയും സേഫ് ആയിട്ട് വേണം നമ്മൾ അണുനാശിനികളൊക്കെ ഉപയോഗിക്കുവാൻ. ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻ. അതില് എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവും? അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ അണുനാശിനികളൊക്കെ വാങ്ങിക്കുമ്പോൾ അതില് എങ്ങനെയാണ് ഉപയോഗിക്കണം എന്ന് എഴുതിയിട്ടുണ്ടാവും, ലേബൽ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് എന്താ പറയാ, തുണികളിലേക്ക് കറവ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ അങ്ങനെ ഡിസ്ഇൻഫെക്റ്റിംഗ് ആയിട്ടുള്ളത്? ബ്ലീച്ചിങ് പൗഡർ അതൊക്കെ ഒരു അളവുണ്ട് അല്ലെ. നമ്മൾ എന്ത് ഉപയോഗിക്കുമ്പോഴും അതിന്റെ ഒരു അളവുണ്ട് കൃത്യമായിട്ടുള്ളത്. അപ്പൊ ആ ലേബൽ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഡയറക്ഷൻസ് ഉപയോഗിച്ച് ചെയ്യുക. Then should have a congenial odor or no odor to facilitate its routine use. നമ്മൾ സ്ഥിരം റൊട്ടീൻ യൂസിന് ഉപയോഗിക്കുന്ന, അതായത് ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ പറ്റി ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാകുമല്ലോ, അത് ഒന്നില്ലെങ്കിൽ എന്താണ് കൺജീനിയൽ ഓർഡർ, അതായത് നല്ല മണം, നല്ലൊരു സുഗന്ധം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അധികം സ്മെല്ലൊന്നും ഇല്ലാത്തതായിരിക്കണം എന്ന്. ചില നമ്മൾ ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ചില ലോഷൻസുകളൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലെ. ചിലപ്പോ ആ സ്മെല്ല് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലായിരിക്കും. അങ്ങനെ ചില ലോഷൻസ് ഒക്കെ അങ്ങനെയാണ്. ചില ലോഷൻസുകൾ ഇല്ലേ ഉണ്ട്. അപ്പോ കൂടുതലും ഒന്നില്ലെങ്കിൽ നല്ല സ്മെല്ലുള്ളതൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അധികം സ്മെല്ലൊന്നും ഇല്ലാത്തത്. ഭയങ്കര ചിലതിങ്ങനെ എന്താ പറയാ, നമ്മൾ മൂക്കിൽ തറച്ചു കയറുന്നു എന്നൊക്കെ പറയും അല്ലെ. ഭയങ്കര എന്താ പറയാ, ഒരു തലവേദനയും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ചില സ്മെല്ലുകൾ ഇങ്ങനെയുള്ള ഡിറ്റർജന്റിന്റെ അല്ലെ. അങ്ങനെ ഇപ്പൊ ഫിനോയിലൊക്കെ ആണെങ്കിൽ വലിയ ഫിനോയിലിന്റെ സ്മെല്ല് ചിലവർക്ക്, പക്ഷെ അത് ഒരു ചില സ്മെല്ല് അലർജികളൊക്കെ ഉണ്ടാക്കാം അല്ലെ. ഫിനോയിലൊക്കെ ആണെങ്കിലും
കുഴപ്പമില്ല എങ്കിലും ചിലർക്ക് അത് തലവേദനയൊക്കെ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം. ഷുഡ് നോട്ട് ബി പ്രൊഹിബിറ്റീവ്ലി ഹൈ ഇൻ കോസ്റ്റ് അല്ലെ. ഭയങ്കരമായിട്ടുള്ള ഹൈ കോസ്റ്റ് ഉള്ളതൊക്കെ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അധികം ഹൈ കോസ്റ്റ് ലെവലുള്ള ഇൻഫെക്ഷൻ മെറ്റീരിയൽ ഒന്നും ഉപയോഗിക്കില്ല. Then should be steady, concentrate and use dilutions. നമ്മൾ ഡൈലൂട്ട് ചെയ്യാൻ പറയില്ലേ, മാക്സിമം വെള്ളത്തിൽ. ഷുഡ് ബി soluble as water. വാട്ടറിൽ വെള്ളത്തിൽ ലയിപ്പിക്കുന്നതായിരിക്കണം സൊല്യൂഷൻസുകൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഷുഡ് ബി സ്റ്റഡി, കോൺസെൻട്രേറ്റ് ആൻഡ് യൂസ് ഡൈലൂട്ട്. മീൻസ് വെള്ളത്തിൽ നേർപ്പിച്ചിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ പുൽത്തൈലം ഉപയോഗിക്കാറുണ്ടായിരുന്നല്ലോ. ഫ്ലോർ ക്ലീനിങ്ങിനും മറ്റു ക്ലീനിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ഡിറ്റർജന്റ് ഒരു ലോഷനാണ് പുൽത്തൈലം അല്ലെ. അപ്പൊ നമ്മളത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഒരു പുൽത്തൈലം ഒരു കുപ്പി ബക്കറ്റിലോട്ട് തുറത്തിയിട്ടാണോ നമ്മൾ പുൽത്തൈലം കൊണ്ട് ഫ്ലോർ തുറക്കുന്നത്? അല്ലാലോ. പുൽത്തൈലം എങ്ങനെ ഉപയോഗിക്കുന്നത്? നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യും. അതുപോലെ നിങ്ങൾ തുടയ്ക്കുന്നത്, നിങ്ങളുടെ വീട്ടില് ഫ്ലോറിന് ക്ലീൻ ചെയ്യുമല്ലോ, അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് വാങ്ങിച്ചിട്ടുണ്ടാവും. ആ ഒരു കുപ്പി ലിക്വിഡ് അങ്ങനെ തന്നെയാണ് തുടക്കുന്നത്. അങ്ങനെയാണോ? നമ്മള് ബക്കറ്റില് ഒരു വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചിലപ്പോ 2-3 കപ്പ്, മീൻസ് അതിന്റെ ടോട്ടലി 2-3 ഇതായിരിക്കും ഒഴിക്കുന്നത്. ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ പറയുന്നതാണ് യൂസ് ഓഫ് ഡൈലൂഷൻ. ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുവാൻ. Then should have good cleaning properties. നല്ല ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. മോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കുക. Then should not harm the environment of disposal. ഈ വേസ്റ്റുകളും മറ്റും ഡിസ്പോസൽ ചെയ്യുമ്പോൾ അത് എൻവയോൺമെന്റിന് ദോഷകരമാകുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. പ്രകൃതിക്ക് ദോഷം വരുത്താത്ത രീതിയിലായിരിക്കണം നമ്മൾ ഡിസ്പോസൽ ചെയ്യുവാൻ. ഓക്കെ, ഇത്രയുമാണ് പ്രോപ്പർട്ടീസ് ഒരു ഐഡിയൽ അണുവിമുക്തം ഒരു ഡിസിൻഫെക്റ്റിൽ പറയുന്നത്. നോർമലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പോയിന്റ് ആണ് ഇത്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച്. അപ്പൊ അത് മനസ്സിലാക്കി വായിക്കുക. 5 പ്രാവശ്യം മനസ്സിലാക്കി വായിക്കുക. അപ്പൊ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഈ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ നിങ്ങൾ മാക്സിമം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 21 ഡേയ്സ് നമ്മളുടെ ബ്രെയിനിൽ നിൽക്കും. ശരിയായിട്ടുള്ള കാര്യമല്ലേ? സത്യമാണോ ഞാൻ പറഞ്ഞത്? മാക്സിമം ബൈ ഹാർട്ട് ചെയ്തത് കൂടി വന്നാൽ ഒരു 21 ഡേയ്സ് അത്രയും നമ്മുടെ ബ്രെയിനിൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അതാണ് നമ്മുടെ മെമ്മറി. നമ്മുടെ മെമ്മറിയിലുള്ളത് 21 ഡേയ്സ് ആയിരിക്കും. 21 ഡേയ്സ് കഴിയുമ്പോൾ പയ്യെ നമ്മൾ നിങ്ങൾ ഒരു പേജാണ് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാഫ് ആകും. അടുത്ത ദിവസം കഴിയുമ്പോൾ ഹാഫിനെ കുറച്ചാകും അല്ലെ. അങ്ങനെയല്ലേ ബൈ ഹാർട്ട് ചെയ്തത്? വർഷങ്ങളോളം നിങ്ങൾ കാണാപ്പാടം പഠിച്ച സംഭവം ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ? ചിലവർക്ക് ഉണ്ടാകും കേട്ടോ. അത്രയും എന്താ പറയാ കപ്പാസിറ്റി ഉള്ളവർക്ക് ഉണ്ടാകും. പക്ഷെ മാക്സിമം 21 ഡേയ്സ് ആണ് നമ്മളുടെ ഒരു മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചോളൂ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിപ്ലിൻ. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ. ചില പോയിന്റ്സ് ഒക്കെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാം അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. വലിയ പോയിന്റ്സ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു 5 പ്രാവശ്യം വായിക്കാം. ഓക്കെ,
ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിച്ചു പോവാട്ടോ. കംപ്ലീറ്റ് ചെയ്തോ പ്രോപ്പർട്ടീസ്? Then next വരുന്നത് challenges ആണ്. Challengesഉം then housekeeping മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് അതായത് ഡ്യൂട്ടികൾ. നമുക്കിത് നെക്സ്റ്റ് ക്ലാസ്സിൽ challengesഉം ഡ്യൂട്ടീസും പറയാം. ഇത് ഇത്രയും മതിയോ? മീൻസ് അത് രണ്ടൊരു ക്ലാസ്സിനും കൂടി ഉണ്ടാകും. നമുക്ക് challengesഉം then റെസ്പോൺസിബിലിറ്റീസും കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇന്നെടുത്ത് അത്ര ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിന്ന് നോക്കിയത് ക്ലീനിങ്ങിന്റെ ഡ്യൂട്ടീസ് ആണ്. പേഷ്യന്റ് റൂംസ് അല്ലെ, ഓരോ ഏരിയയിലും വരുന്ന ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ്. അപ്പോ നമ്മൾ നോക്കി പേഷ്യന്റ് റൂംസിൽ വരുന്ന ക്ലീനിങ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ദെൻ ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്, ബാത്റൂമിൽ നമ്മൾ എന്തൊക്കെയാണ് സാനിറ്റൈസ് ചെയ്യുന്നു, ക്ലീനിങ് ചെയ്യുന്നു അല്ലെ. ദെൻ ടെർമിനൽ, അതായത് ഡീപ് ക്ലീനിങ് ചെയ്യുന്ന പ്രോസസ്സുകൾ, ടാസ്കുകൾ എന്തൊക്കെയാണ്. ദെൻ ഡെയിലി ഹൗസ് കീപ്പിംഗ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഹോസ്പിറ്റലിന്റെ പേഷ്യന്റ് റൂം എല്ലാം മറിച്ച് എല്ലാ ഏരിയകളിലും നമ്മൾ ചെയ്യുന്ന ഡെയിലി ക്ലീനിങ് പ്രോസസ്. ദെൻ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ലാസ്റ്റ് വൺ നോക്കിയത്. അനുമുക്തമാക്കുന്ന പ്രൊസീജിയേഴ്സും പ്രോസസ്സുകളും എന്തൊക്കെയാണ്. അതിൽ നമ്മൾ പറഞ്ഞു എന്താണ് ചെറിയ സൂക്ഷ്മജീവികളൊക്കെ നശിപ്പിക്കുക, ദെൻ ഡയലൂട്ട് ചെയ്തിട്ട് നിർമ്മിച്ച് വെള്ളത്തിലൊക്കെ ആയിരിക്കണം നമ്മൾ അത് ക്ലീനിങ് പ്രോസസ് ചെയ്യുവാൻ. അതുപോലെ തന്നെ എന്താണ് പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല, വെള്ളത്തിലേക്കുന്നതായിരിക്കണം. ദെൻ എന്താണ് നല്ല സ്മെല്ലുള്ളതോ അല്ലെങ്കിൽ അധികം സ്മെല്ലില്ലാത്ത തരത്തിലുള്ളത് ഉപയോഗിക്കുക. ദെൻ ഇൻസ്ട്രുമെന്റ്സ് എന്താണ് തുരുമ്പിക്കാത്ത രീതിയിലായിരിക്കണം. മറ്റ് ക്ലിയർ ആയിട്ടുള്ള ലേബൽ ചെയ്ത ഡയറക്ഷൻസ് ഉപയോഗിച്ചിട്ട് വേണം ഉപയോഗിക്കുവാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. ക്ലിയർ ആണോ? ഓക്കെയാണോ ഇന്നത്തെ ക്ലാസ്? ഉറക്കം വന്നിട്ടുണ്ടാവും കുറച്ച് പേർക്കൊക്കെ അല്ലെ. ഉച്ചക്ക് ഫസ്റ്റ് നല്ലൊരു ഉറക്കം വരുന്ന ടൈമാണല്ലോ. ഉറക്കം വന്ന് പറഞ്ഞെങ്കിലോ ക്ലാസ്സില്? കുഴപ്പമില്ല, എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെയാണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ദെൻ നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഇനി കംപ്ലീറ്റ് ആവാത്ത ചാപ്റ്റേഴ്സ്? കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടിരിക്കണേ പശ്വതി മാം ആണോ? കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നു. ദെൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പെൻഡിങ് ഇല്ലേ? ആണോ? റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മേ ബി നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് ഇനി മൺഡേയില് നമുക്ക് വരുന്നത് ക്ലാസ് ആണോ? ഓക്കെ, അപ്പൊ ഇനി മൺഡേ നമുക്ക് വരുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ റെസ്പോൺസിബിലിറ്റീസ് പെൻഡിങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും തിങ്കളാഴ്ച. ഓക്കെ, മൺഡേ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നന്നായിട്ടൊക്കെ വായിക്കുക, പഠിക്കുക. എക്സാമിന്റെ ഡേറ്റ് ഒന്നും ആയിട്ടില്ല, അത് ഡേറ്റിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട, പഠിച്ച് തുടങ്ങുക. ഓക്കെ, ചാപ്റ്റർ പോർഷൻസ് ഒക്കെ തീരുമ്പോഴേക്കും എക്സാം വരും. ഇത് ഫുൾ ഇമ്പോർട്ടന്റ് ആണോ? മീൻസ് പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചത്. പ്രോപ്പർട്ടീസ് നമുക്കൊന്നും എന്താ സ്കിപ്പ് ചെയ്യാനില്ല, വായിക്കുക. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ, വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am.